പിള്ളേർ ഒരാളെ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതേ നമുക്കൂടെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ. അപ്പൊ അവർക്കില്ലാത്ത കുറ്റം കുറവ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഒരാളെ കണ്ടുപിടിച്ച് അവരെ ഇഷ്ടപ്പെടുത്താനും നോക്കും. ആശാമഠത്തിൽ മലയാള സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ അഭിനേത്രി. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, ഒരു കാറ്റിൽ ഒരു പായ്ക്കപ്പൽ, വലിയ പെരുന്നാൾ, മ്യാവു, ഹൃദയം, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, തോൽവി, ഫിലിപ്സ്, ഗോളം, കുണ്ടന്നൂരിലെ കുൽസിതലഹള, ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകളുടെ കാമ്പുള്ള കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ കഴിവുറ്റ കലാകാരി. കുടുംബ സിനിമകളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ 1986 സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിൽ ബാലതാരമായാണ് ശ്രീ ആശാമഠത്തിൽ തുടക്കമിട്ടത്. കലാമണ്ഡലം ബീന പണിക്കരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിച്ചു. തന്റെ ജന്മദേശമായ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് ജെറ്റ് എയർവേസിലാണ് ഔദ്യോഗിക ജീവിതം ആശ ആരംഭിച്ചത്. വിവാഹത്തിന് ശേഷം ദുബായിലേക്ക് ചേക്കേറി. ഭർത്താവ് ശ്രീകാന്ത് കാരാട്ടിനോടും സ്നേഹനിധികളായ 2 ആൺമക്കളോടുമൊപ്പം മലയാള സിനിമാ ലോകത്തെ പുത്തൻ അവസരങ്ങൾക്കായി ആശ കൊതിയോടെ കാത്തിരിക്കുന്നു. 2025 ജനുവരി 3 തിയേറ്ററുകളിൽ എത്തിയ ഐഡന്റിറ്റി, റിലീസിംഗിന് ഒരുങ്ങുന്ന ആസാദി, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഷൈൻ നിഗത്തിന്റെയും നയൻതാരയുടെയും സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. സിനിമകൾ കൂടാതെ മനോരമ മാക്സിൽ സോൾ സീരീസ്, സോണി ലൈവിലെ മനു അശോക് സംവിധാനം ചെയ്യുന്ന ഐസ് എന്നീ വെബ് സീരീസുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ നാടിയിലും ഭേദമേരിയെ ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. എന്താ ഈ വാട്സപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ലൈക്കാക്കൂ, പിന്നെ ആൺകുട്ടി പെൺകുട്ടികളെ ലൈക്കാക്കൂ, എന്നിട്ട് ജിഗ് 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 ജിഗ്. അതെ, ഞാനും തമ്പാനും പ്ലാൻ ചെയ്തേക്കുന്നത് പ്രായമായ മക്കളൊന്നും അടുപ്പിക്കില്ലെന്നാ. ഞങ്ങൾ വല്ല മലയുടെ മുകളിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റഡ് ലിവിംഗ് ഹോമിൽ പോയി താമസിക്കും. മക്കളെ അടുപ്പിക്കത്തില്ല, ബന്ധുക്കളെ അടുപ്പിക്കത്തില്ല. സംഗമോത്സവം 2025 വർണ്ണാഭമായ ഈ വേദിയിൽ ശ്രീമതി ആശ മഠത്തലിന് ഞങ്ങളുടെ സ്നേഹാദരം.